എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു ഈഗോ കിക്കും ചെയ്ത് എങ്ങനെയെങ്കിലും ഇവന്മാരെ കൊണ്ട് ഓക്കെ അടിപ്പിക്കണം എന്നുള്ള ഒരു സാധനത്തിൽ ഞാൻ അങ്ങനെ വന്ന് അങ്ങനെയാണ് ടൈറ്റിൽ ട്രാക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ കുറേ മെസ്സേജസ്, കുറേ ഫ്രണ്ട് റിക്വസ്റ്റ്. അതാണ് സ്റ്റാർട്ടിങ്. ഒരു പക്ഷെ ഞാനൊരു നോർമൽ സോങ് ചെയ്യാൻ പോയ ഒരിക്കലും അങ്ങനെ ഇരിക്കത്തില്ല. നമസ്കാരം. ഇന്ന് 24-നൊപ്പം ഉള്ളത് ഒരു പാഷൻ ഡ്രിവൺ പേഴ്സണാലിറ്റിയാണ്. കാരണം പലരും ഗവൺമെന്റ് ജോബുകൾക്ക് പിന്നാലെ പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോലി തന്നെ ക്വിറ്റ് ചെയ്ത് മുഴുവൻ സമയവും സംഗീതത്തിനായി മാറ്റിവെച്ച മ്യൂസിഷ്യൻ. പള്ളിയിൽ കീബോർഡ് വായിച്ചു തുടങ്ങി ഇലയപ്പം എന്ന ബാൻഡിലൂടെ മുക്കത്തെ പെണ്ണെന്ന ഹിറ്റും നിരവധി ഷോർട്ട് ഫിലിമുകളും കവർ സോങ്ങുകളും ചെയ്ത നിബിൻ ബസന്റ് ഇപ്പോൾ അരുൺലാൽ സംവിധാനം ചെയ്തിരിക്കുന്ന സുഖമാണോ സുഖമാണ് എന്ന ചിത്രത്തിലൂടെ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി വെള്ളിത്തിരയിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. വെൽക്കം ടു ദ ഷോ നിബിൻ. ആദ്യം തന്നെ ചോദിക്കട്ടെ, സുഖമാണോ? സുഖമാണ്. ഓക്കെ. സിനിമ ഇപ്പൊ തിയേറ്ററിൽ വന്നു, ആളുകളുടെ റെസ്പോൺസ് എല്ലാം വരുന്നുണ്ട്. നിബിനെ സംബന്ധിച്ച് ഇത് നിബിന്റെ ആദ്യത്തെ ചിത്രമാണ്. അപ്പൊ എങ്ങനെയാ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറയുന്നു? വെരി എക്സൈറ്റഡ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ ടൈം മ്യൂസീഷ്യൻ അങ്ങനെ ഞാനൊരു ബ്രേക്ക് പോലെ എടുത്ത ഒരു 3 years ബ്രേക്ക് എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് എവറിത്തിങ് സോർട്ടഡ് ഔട്ട്, എല്ലാം ഇൻ പ്ലേസ് വന്നു വീണു. ലൈക്ക് റിയലി എക്സൈറ്റഡ്. ഓക്കെ. അപ്പൊ ഇപ്പോഴും ജോലി റിസൈൻ ചെയ്തിട്ടില്ല? റിസൈൻ ചെയ്തു. അതായത് ഞാനൊരു റിസൈൻ ചെയ്ത് ഒരു 3 years ഗ്യാപ്പ് പോലെ എടുത്തിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ജോലിക്ക് കയറാം എന്നുള്ളൊരു ഒരു മോഡിലാണ് ഞാൻ ഇരുന്നേ. പക്ഷേ റിസൈൻ ചെയ്തപ്പോൾ എനിക്കറിയായിരുന്നു ഞാൻ ഇനി ഒരു തിരിച്ചുപോക്ക് എന്തായാലും വീട്ടുകാരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു 3 വർഷം അത് കഴിഞ്ഞിട്ട് ഞാൻ കയറാം എന്നുള്ള രീതിയിൽ അങ്ങനെ ലൈക്ക് ഇറങ്ങിയിരുന്നേ. പക്ഷേ എനിക്ക് തോന്നുന്നു അരുൺചേട്ടൻ എൻ്റെ അടുത്ത് 2024 ജൂൺ ആ സമയത്താണ് കഥ പറയുന്നത്. ഇതിന്റെ ലൈക്ക് ഒരു 1 ലൈനും ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ പറയുന്നത്. പിന്നെ അങ്ങോട്ട് ഇതിന്റെ ബാക്കിൽ തന്നെയായിരുന്നു. കാരണം കിട്ടിയ ഒരു പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും ലൈക്ക് എൻ്റെ മാക്സിമം ഫുൾ പൊട്ടൻഷ്യൽ കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ ഫുൾ അതിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സുഖമാണോ എന്ന് കേൾക്കുന്ന ആ ഒരു വേർഡിൽ തന്നെ ഒത്തിരി ഇമോഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ചിത്രത്തിൽ നമുക്ക് സിനിമയിലും ക്യാരക്ടേഴ്സിന്റെ ലോൺലിനെസ് അല്ലെങ്കിൽ അവരുടെ ഐസൊലേഷൻ അതെല്ലാം ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് നിബിൻ എത്തിച്ചിരിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് എല്ലാം. പക്ഷെ എങ്ങനെ ഈ ഒരു ഫീല് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മ്യൂസിക്കിൽ അതെങ്ങനെ വർക്ക് ചെയ്തു? അല്ലെങ്കിൽ മ്യൂസിക്കിന് വേണ്ടിയിട്ട് നിബിനെ അവർ അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ സിനിമയുടെ ഒരു ഫീൽ ഇതാണ് എന്നുള്ള കാര്യങ്ങൾ. അതെങ്ങനെയായിരുന്നു? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ അരുൺചേട്ടൻ എൻ്റെ അടുത്ത് വിളിക്കുമ്പം എൻ്റെ വർക്ക്സ് ആദ്യം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ച് എന്നെ ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തു. പുള്ളി ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തു. എന്നിട്ട് നറേറ്റ് ചെയ്തിട്ട് ഞാനപ്പോൾ കേൾക്കുമ്പം ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്യായിരുന്നു. ഓക്കെ, ഇതിൽ ഫാൻറ്റസി വരുന്നുണ്ട്, ഡ്രാമ വരുന്നുണ്ട്, കുറച്ച് ഫൺ വരുന്നുണ്ട്, ഭയങ്കര ഇമോഷണൽസ് വരുന്നുണ്ട്. ഞാൻ ഓക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഭയങ്കര ഗ്രാഫിലാണ് പോകുന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ വിചാരിച്ചു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു, കാരണം നമ്മൾ ഇമോഷൻസ് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം സ്ക്രിപ്റ്റ് അരുൺചേട്ടൻ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ പല പല ഇമോഷൻസും കൂടെ ഇങ്ങനെ കയറി. അപ്പം അരുൺചേട്ടൻ പറഞ്ഞൊരു സാധനം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കര കോർ മെലഡീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ബഹളം ആ മൂഡൊന്നും വേണ്ട, നമുക്ക് ഭയങ്കര കാം സൂത്തിങ് മെലഡി ഓറിയന്റഡ് കൈൻഡ് ഓഫ് സ്കോർ പിടിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ചേട്ടൻ്റെ ഒരു ബ്രീഫ്. അപ്പം എല്ലാം പിന്നെ ഓരോരോ പാട്ടായിട്ട് വന്നു തുടങ്ങി. ആദ്യം ഞാൻ സോങ്സ് ആണ് ചെയ്തു തുടങ്ങി. സോങ്സ് ഇങ്ങനെ പതുക്കെ ഓരോന്നായിട്ട് വർക്കൗട്ടായി വന്ന് പിന്നെ വിഷ്വൽസ് വന്ന് ഞാൻ ഭൂരിഭാഗം സോങ്സും വിഷ്വൽസ് കണ്ടിട്ടാണ് ചെയ്തത്. അപ്പം എനിക്ക് കറക്റ്റ് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു വാട്ട് ദ വിഷ്വൽ ഡിമാൻഡ്സ് എന്നുള്ള രീതി. സിനിമയിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണല്ലോ, ചില ആളുകൾക്ക് ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ഓക്കെ ആണോ അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട് ആളുകളില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സിനിമയും അത്തരം ഒത്തിരി ഇമോഷണലി സംസാരിച്ച് വെക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സിന്റെ വൈകാരിക തലങ്ങളിലും ആ ഒരു അപ്സ് ആൻഡ് ഡൗൺ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അപ്സ് ആൻഡ് ഡൗണിലും ഈ മ്യൂസിക് വെച്ച് ഇത് ബാലൻസ് ചെയ്ത ഒരു ഇത് ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നോ? ഒബ്വിയസ്ലി ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷെ ഭയങ്കര റിലേറ്റബിൾ കണ്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഐ വുഡ് സേ എൻ്റെ ഒരു ജോണർ ഇതാണ്. ലൈക്ക് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതും, അല്ലെങ്കിൽ ആസ് എ മ്യൂസീഷ്യൻ യു ഹാവ് ടു ലൈക്ക് എക്സ്പ്ലോർ എവറിത്തിങ് ബട്ട് ദെൻ സ്റ്റിൽ ലൈക്ക് ഫീൽ ഗുഡ് ഇസ് മൈ എൻ്റെ ഫോർട്ടേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അരുൺചേട്ടൻ ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഇത് സെയിം ആയിരുന്നു. ഓക്കെ, ഈ പരിപാടി കൊള്ളാമല്ലോ, എനിക്ക് അപ്പോൾ കോൺഫിഡൻസ് ലൈക്ക് ഫ്രം ഡേ വൺ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ
കമ്മിങ് ബാക്ക് ടു ദാറ്റ്, ആ റിലേറ്റബിൾ കണ്ടന്റ് ആണ് സംഭവം. അതായത് ഭയങ്കര ഇപ്പം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഫേസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ റിസൈൻ ചെയ്ത സമയത്താണേലും ഒബ്വിയസ്ലി കുറേ സെറ്റ് ബാക്സ് ഉണ്ടായിരുന്നു, കുറേ ഒറ്റപ്പെടലുകൾ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കണ്ടന്റ് ആയിരുന്നു. ഇതിനു മുമ്പും നിബിന്റെ പല വർക്കുകളിലും ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് ആ ഒരു ഫീലാണ് ത്രൂ ഔട്ട് ഉള്ളത്. ചില ഇപ്പൊ ഈ മൂവിയിൽ തന്നെ പല സോങ്സ്, കൺകൾ എന്നൊക്കെ പറഞ്ഞ സോങ്സിലൊക്കെ നമുക്ക് എവിടേക്കോ ഒരു ഇമോഷണൽ തലം നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേൾക്കുന്ന ആളുകൾക്കും. നിബിന്റെ ആ ഒരു ടോട്ടലുള്ള ആ ഒരു മോഡായിട്ട് ഇത് കണക്റ്റഡ് ആയിരുന്നു ഭയങ്കരമായിട്ട് സിനിമ. അതാ ലൈക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ കാരണം എനിക്കൊരു ഡെബ്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. അപ്പം പിന്നെ അരുൺ ചേട്ടൻ, ഒബിയസ്ലി അരുൺ ചേട്ടൻ ഭയങ്കര പുള്ളിക്ക് മ്യൂസിക് നല്ല നോളജ് ഉള്ള മനുഷ്യനാണ്. പുള്ളിക്ക് എന്താ എവിടെയാ വേണ്ടതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാ ഇമോട്ട് ചെയ്യേണ്ടത്, പുള്ളി ഭയങ്കര മെലഡി ഓറിയന്റഡ് ആണ്. അപ്പോൾ പുള്ളി പറയുന്നത്, എടാ നമുക്ക് ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലൊരു മെലഡി കൊടുത്താൽ അവിടെ അത് വർക്കൗട്ടായി വരും. അപ്പോൾ പുള്ളിക്ക് ജസ്റ്റ് വെറുതെ എന്താ പറയുക അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പുള്ളിക്ക് സ്ട്രോങ് കോർ മെലഡീസ് വേണമെന്ന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നൊരു പ്രോസസ്സായിരുന്നു ഇത് മൊത്തത്തിൽ. അപ്പം ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അരുൺ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഈ ഒരു മെലഡി, ഇങ്ങനത്തെ ഒരു മെലഡിയാ വേണ്ടത്, ഇവിടെ ഇങ്ങനെയാ വേണ്ടത്, കറക്റ്റ് ഒരു ഗൈഡിങ് ഇതിലാണ് ഓരോ പാട്ടുകളും ഓരോ സ്കോറും ഡെവലപ്പായി വന്നത്. നിബിൻ മ്യൂസിക്കിലേക്ക് കടന്നത് പിയാനോയോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ മ്യൂസിക്കലി ഈ പിയാനോയ്ക്ക് എന്തെങ്കിലും അതിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു? നമ്മുടെ ആ ഒരു സൗണ്ട് സ്കേപ്പ് നോക്കുമ്പോൾ അതിൽ പിയാനോയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു നമ്മുടെ സിനിമയിൽ? ഒബ്വിയസ്ലി, കാരണം ഞാൻ പറഞ്ഞു എൻ്റെ സ്ട്രോങ് ഹോൾഡ് പിയാനോ. ഞാൻ പിയാനോ പ്ലെയർ ആണ്. അപ്പം ഞാൻ കമ്പോസ് ചെയ്യുന്നതും ഞാൻ എല്ലാം ചെയ്യുന്നതും ലൈക്ക് ഫസ്റ്റ് ബേസിക്കലി ഒന്ന് പിയാനോ വായിച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇപ്പം മിക്ക പാട്ടുകൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പിയാനോ ഓറിയന്റഡ് ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. കാരണം പല സൗണ്ട് സ്കേപ്സ് ഡെവലപ്പ് ചെയ്യാൻ ലൈക്ക് ഇവോൾവ് ആയി വന്നതാണ്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് ഞാൻ ഒരു മെലഡി വായിക്കുന്നതും ചെയ്യുന്നതെല്ലാം പിയാനോയിലായിരുന്നു. അതിലാണ് എല്ലാം ഡെവലപ്പായി വന്നത്. പിന്നെ നമ്മൾ പല പല ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്ത് പല പല രീതിയിലോട്ടൊക്കെ അങ്ങനെ പോയതാണ്. ഇപ്പൊ കൺകൾ നേരത്തെ പറഞ്ഞതിൽ പിയാനോ ഇല്ല, അതിലൊരു ലാസ്റ്റ് ഒരു പിയാനോ ബിറ്റ് മാത്രമേ, അതിൽ തുടക്കം മൊത്തം ക്ലാസിക്കൽ ഗിറ്റാറാണ്. പക്ഷെ ഞാൻ ഡെവലപ്പ് ചെയ്ത് തുടക്കം തൊട്ട് പിയാനോ വായിച്ചിട്ടായിരുന്നു, പിയാനോ കോഡ്സിലായിരുന്നു അത് പാട്ട് ഉണ്ടാക്കിയത്. സിനിമയില് ആകെ മൊത്തം 6 സോങ് അതന്നെ, ഒരെണ്ണത്തിന്റെ മെയിലും ഫീമെയിൽ വേർഷൻ. അതിലെല്ലാം നിബിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് അറിയാം. എന്നാലും കുറച്ചും കൂടി പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയുക? മിഴീണ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ടും ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് പേഴ്സണലി എനിക്കും തോന്നുന്നു അരുൺ ചേട്ടനും ഏറ്റവും കൂടുതൽ കണക്റ്റായ ഒരു സോങ് മിഴീണയാണ്. കാരണം അത് പാട്ടാണെങ്കിൽ കൂടിയും അത് സ്കോർ വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് 2 ഇമോഷൻസ് ആണ് അതിൽ വരുന്നത്. അതിൻ്റെ തുടക്കം ഭയങ്കര ലൈക്ക് ലോൺലിനെസ്, സോറോ സാധനമാണെങ്കിലും അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു ലവ് ഹാപ്പി കൈൻഡ് ഓഫ് ഒരു ട്രാൻസിഷൻ വരണം. അപ്പം ഞാൻ ചെയ്ത ഒരേ മെലഡിയാണ്, തുടക്കത്തിൽ അതേ മെലഡി തന്നെയാണ് രണ്ടാമതും അതിൻ്റെ ഒരു ഹാപ്പി സാധനമായിട്ട് വരുന്നത്. അപ്പൊ അതിനെ ആ ഒരു ട്രാൻസിഷനും ഇടയ്ക്ക് വെച്ച് ദേവിക നടന്നു വരുന്ന ഒരു സീനും അതൊരു സ്കോർ കൈൻഡ് ഓഫ് സോങ് ആണ്. അപ്പൊ അതെനിക്ക് കറക്റ്റ് ലൈക്ക് ആ ഒരു സീക്വൻസസിനനുസരിച്ചിട്ട് ഒരു പക്ഷെ ഞാനൊരു നോർമൽ സോങ് ചെയ്യാൻ പോയിരിക്കും അങ്ങനെ ഇരിക്കത്തില്ല. ഒരു പല്ലവി അനുപല്ലവി ഒരേ ഇമോഷൻസ് അങ്ങനെ ആയിട്ടായിരിക്കും. ഇത് ഒരേ മെലഡി അത് ഇവോൾവ് ആയി സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഭയങ്കര ഒരു ലവ് ട്രാക്ക് ആയിട്ട് മാറുന്നു. അതിന്റെ ലിറിക്സ് ആണെങ്കിലും 2 വാക്ക് മാറുമ്പോൾ തന്നെ അതിന്റെ മീനിങ് മൊത്തം മാറുന്നു. അത് മനുഷ്യരുടെ മനോരഞ്ജിത്ത് അത് എഴുതിയിരിക്കുന്നത്. അത് ചേട്ടന്റെ ബ്രില്യൻസ് ആണ്. അത് 2 ഫസ്റ്റ് ഹോൾ മെലഡിയിലെ 2 വാക്ക് ഇങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും അത് പോസിറ്റീവായി. ആദ്യം ഒരു ലോൺലിനെസ് ആയിരുന്നു, അതിങ്ങോട്ട് അതായത് മിഴീണ നിറയുന്നത് രണ്ടാമത് വന്നപ്പോൾ മിഴീണ തെളിയുന്നതാക്കി. നെഞ്ചം താനെ വിങ്ങുന്നു എന്നുള്ളത് രണ്ടാമത് വന്നപ്പോൾ നെഞ്ചം താനെ പാടുന്നു ആക്കി. അപ്പൊ ഹോൾ മീനിങ് ചേഞ്ച്ഡ്. അപ്പൊ അത് മ്യൂസിക്കലിയും മാറി, ഇമോഷണലിയും ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ആയി. സോറോ എന്നൊരു ലവ് ട്രാക്കിലോട്ട് വന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ്. അതെങ്ങനെ ലാൻഡ് ആയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് അത് പാടിയിരിക്കുന്ന അദീഫാണ്. അദീഫ് എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. എന്റെ ബാൻഡില് അവനാണ് മറ്റേ അൽവ കണ്ണാലൊക്കെ അവനാ പാടിയിരുന്നത്. അപ്പം അദീഫും ഞാനുമായിട്ടൊരു നമ്മള് കൊച്ചുനാളിലെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അപ്പം എന്റെ ഡെബ്യൂവിൽ അവൻ എനിക്ക് പാടിത്തന്ന ഒരു പാട്ട് അതാണ്. പിന്നെ അതിൽ ഫീമെയിൽ വോക്കൽസ് ആണെങ്കിൽ എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് വിനീത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പേഴ്സണലി എനിക്ക് ആ പാട്ടാണ് എൻ്റെ ഒരു
പിക്ക് ഓഫ് ദി ആൽബം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പറഞ്ഞ പോലെ അദീഫ് മുൻപും നിങ്ങൾ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ. നിബിന്റെ ആ ഒരു മ്യൂസിക്കൽ ജേർണി നോക്കിയാൽ തന്നെ മേ ബി എനിക്ക് തോന്നുന്നു ചില നല്ല സൗഹൃദങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് നല്ല വർക്കുകളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? നിങ്ങളുടെ സൗഹൃദവും ഈ ഒരു പാട്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ച് ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നു 2016 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എലയപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 അപ്പോൾ ഞാൻ ആക്ച്വലി 2014 ജോലിക്ക് കയറുന്നത്. അപ്പം ഞാൻ 2 വർഷം മുംബൈയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. അവിടുന്ന് മടുത്ത് എനിക്ക് വയ്യ, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ എന്നുള്ള രീതിയിൽ അവിടുന്ന് കൈയും കാലും പിടിച്ച് ട്രാൻസ്ഫർ വാങ്ങിച്ച് എനിക്ക് ട്രിവാൻഡ്രത്തോട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് അദീഫ്, നമ്മൾ പണ്ടൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദീഫ് ഇങ്ങനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, അന്നും ഞാൻ പിയാനോ വായിക്കുന്നതല്ലാണ്ട് ഞാനിങ്ങനെ പ്രൊഡക്ഷനിലോട്ടൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണ് മുക്കത്തെ പെണ്ണെ നമ്മൾ കവറായിട്ട് ചെയ്യുന്നത്. അതാണ് സ്റ്റാർട്ടിങ്. അതൊന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്തതല്ല, വെറുതെ റാൻഡം ആയിട്ട് ഞാനും അവനും കൂടെ ജാം ചെയ്തു, ഒരു സാധനം റെക്കോർഡ് ചെയ്ത് വായിച്ചു. പിന്നെ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞുകൊണ്ട്, അവനും വയലും വായിച്ച അവനും ജോയിൻ ചെയ്തു. നമ്മൾ അത് ചെയ്തിട്ട് ഒരു 2-3 months കഴിഞ്ഞപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി. നമ്മൾ പോലും അറിയുന്നില്ല. ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നു. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ കുറേ മെസ്സേജസ്, കുറേ ഫ്രണ്ട് റിക്വസ്റ്റ്. എനിക്കും അവനാണെങ്കിൽ അവൻ എന്നെ വിളിച്ചാൽ ഞാൻ ഈ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്ക്, അങ്ങനത്തെ ഒരു മോഡായിരുന്നു. പിന്നെ നമ്മൾ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് കണ്ടന്റ്. ലൈക്ക് അത് കഴിഞ്ഞ് 2-3 കവേഴ്സ് അത് കഴിഞ്ഞിട്ടും ചെയ്തു. ഏറ്റവും ഹിറ്റായത് മറുവാർത്തയായിരുന്നു. മറുവാർത്തയാണ് രണ്ടും ആക്ച്വലി ഗൗതം വാസുദേവന്റെ ചാനലിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ആ 2 സോങ്സ് ഭയങ്കരമായിട്ട് വൈറലായി. എലയപ്പം എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഫേസ് ആയിരുന്നു. അതിന് ഒത്തിരി പഠിക്കാനും. അതിൽ നിന്നാണ് ഞാൻ പ്രൊഡക്ഷനും ബാൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് പ്രൊഡക്ഷനോട്ട് പഠിക്കുന്നതും പിന്നെ എല്ലാം ഞാൻ തന്നെ നോക്കി, ഒരു ലാപ്പ് വാങ്ങിച്ച് തന്നെ, സൗണ്ട് കാർഡ് വാങ്ങിച്ച് തന്നെ തുടങ്ങിയത്. അങ്ങനെ എലയപ്പത്തിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി പതുക്കെ നമ്മൾ ലൈവ് ഷോസ് കുറേ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ അങ്ങനെ വന്നു തുടങ്ങി. ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ് എലയപ്പത്തിൽ നിന്ന് തന്നെയായിരുന്നു. സിനിമ ഇറങ്ങി ഇപ്പോൾ മ്യൂസിക് എല്ലാം പുറത്ത് വന്നു, ആരെങ്കിലും വിളിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർത്ത് വെക്കുന്ന വളരെ സന്തോഷം തന്ന ഏതെങ്കിലും ഒരു നിമിഷം? ഫോർച്ചുനേറ്റ് സാധനം എന്നാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പാട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരേ പാട്ടിലാണ് വർക്ക്ഔട്ട് ആവുന്നത്. ഇപ്പൊ ചെറുക്ക് ഈ പറഞ്ഞ പോലെ മാത്യുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കൺകളാണ്. മാത്യുവിന് കൺകളാണ് ഏറ്റവും കണക്ട് ആയെന്ന് പറഞ്ഞ പാട്ട്. കുറെ ഒരു മിഴീണ വെച്ച് എനിക്കൊന്ന് കുറച്ചൊരു മ്യൂസീഷ്യൻ സർക്കിളിൽ കുറച്ചും കൂടെ വർക്ക് ആവുന്ന മിഴീണയായിരിക്കും. പിന്നെ ബട്ടർഫ്ലൈ സോങ് ദേവികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ബട്ടർഫ്ലൈ സോങ് ആണ്. ജഗദീഷ് ചേട്ടനെല്ലാം പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ജഗദീഷ് ചേട്ടനെ പിന്നെ അധികം കണ്ടിട്ടില്ലായിരുന്നു. ലൈക്ക് ഞാൻ പ്രൊമോഷന്റെ സമയത്ത് മാത്യുവിനെയും ദേവികനെയായിരുന്നു കൂടുതലും കണ്ടത്. ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജഗദീഷ് ചേട്ടൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നത്. അപ്പം ജഗദീഷ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഡബിൽ ചെറിയൊരു പാച്ച് എടുക്കാനുണ്ടായിരുന്നു. ഇത് സിനിമയിൽ ഒരു ബാപ്റ്റിസം സീനുണ്ട്, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, ജഗദീഷ് ചേട്ടൻ്റെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. ആ സമയത്ത് ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് ജഗദീഷ് ചേട്ടനെ ജസ്റ്റ് ഒന്ന് ആ ബാപ്റ്റിസം സീക്വൻസോ അതിൻ്റെ സ്കോറൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തായിരുന്നു. അത് കണ്ട് ജഗദീഷ് ചേട്ടൻ ഭയങ്കര എന്താ പറയുക, ഇമോഷണലി ചെറുതായിട്ട് കണ്ണൊക്കെ നനഞ്ഞു. ഇതിപ്പോ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചുമ്മാ കേട്ട് വിടുവല്ലോ, അത് പല ആൾക്കും നേരത്തെ പറഞ്ഞതുപോലെ പലരും കേൾക്കുന്നത് അവരുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും. അപ്പോൾ അവരുടെ പല ഇമോഷണൽ തലങ്ങളെയും അത് ടച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിബിൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ എനിക്കറിയില്ല അതിനെപ്പറ്റി ഒത്തിരി ബോധേഡാവാറുണ്ടോ, മീൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി ഉള്ള ഇമോഷണൽ കാര്യങ്ങൾ വെച്ചിട്ടാണോ ഓരോ പാട്ടും വർക്ക് ചെയ്യുന്നത്? അത് മോസ്റ്റ്ലി ലൈക്ക് ഒബ്വിയസ്ലി ഒരു പാട്ട് ചെയ്യുമ്പോൾ അത് എന്നെ 100% സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് തിങ് അതാണ്. കാരണം നമ്മൾ പല ഡെമോസ് ചെയ്യുമ്പോഴും ഇപ്പൊ തന്നെ ഒരു പാട്ടിന്റെ പല വേർഷൻസ് ഉണ്ട്. അതിൽ അവസാനം ലാൻഡ് ആവുന്ന വേർഷൻ ആയിരിക്കും പക്ഷെ എല്ലാവർക്കും വർക്ക് ആവുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഇമോഷൻസ് ചെയ്യുമ്പോൾ എനിക്കത് കണക്ട് ആവുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ ഫസ്റ്റ് എനിക്ക് കണക്ട് ആയാലും ബാക്കിയുള്ളവർക്ക് ഞാനത് പ്രസന്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് ഞാൻ മേക്ക് ഷുവർ ചെയ്തിട്ട് അങ്ങനെ വെറുതെ ഓക്കെ ഇത് കുഴപ്പമില്ലാത്തുള്ള സാധനം പോലും ഞാൻ ഓക്കെ അടിച്ചിട്ടില്ല. എനിക്ക് 100% വർക്ക്ഔട്ട് ആവുന്നത് മാത്രമാണ് ഞാൻ ബാക്കിയുള്ളവരെ കേൾപ്പിക്കും. ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതിന്റെ വേർഡ്സ് വേണ്ട, ലൈക്ക് വേർഡ്സ് നമുക്ക് കേൾക്കണം എന്നില്ല, ഒരു ടോൺ അല്ലെങ്കിൽ ആ ഒരു ഈണം കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ നമ്മളോട് പറയുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ടാവുക. നിബിന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഈണങ്ങളോ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കോ ഉണ്ടോ? ഫേവറേറ്റ് മ്യൂസിക് എന്ന് പറയാനാണെങ്കിൽ ഞാൻ ഹാർഡ് കോർ ജോൺസൺ മാഷ് ഫാനാണ്. കാരണം എൻ്റെ കൊച്ചിലെ കേട്ട് എൻ്റെ പപ്പയ്ക്ക് വീട്ടിൽ ഒരു മറ്റേ പപ്പ കെൽട്രോണിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പപ്പയ്ക്ക് ഈ പണ്ട് തൊട്ടേ വീട്ടിൽ മറ്റേ ഡെക്കില്ലേ കാസറ്റ് ഒക്കെ ഇടുന്നത്, പണ്ട് തൊട്ടേ കെൽട്രോണിൻ്റെ സാധനം വീട്ടിലുണ്ടായിരുന്നു. അപ്പം പപ്പ
ഇങ്ങനെ ഭയങ്കര ഹാർഡ് കോർ സോങ്സ് ഫാനാണ്. അപ്പോൾ പപ്പയുടെ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു ലിസണിങ് സാധനം കിട്ടും. അപ്പോൾ ഇപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം അങ്ങനെ ജോൺസൺ മാഷിൻ്റെ കുറേ മെലഡീസ് എനിക്ക് 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 പിക്ക് ഔട്ട് ചെയ്ത് പറയാനൊന്നും അങ്ങനെ അറിയത്തില്ല. പക്ഷേ എനിക്ക് ഹാർഡ് കോർ ജോൺസൺ മാഷ് ഫാൻ. നിബിന്റെ ഒരു കുറച്ച് പാസ്റ്റ് നമ്മൾ നോക്കിയാൽ ഗവൺമെന്റ് ജോലി, അതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് കുറച്ച് റിസ്ക് ആണ്. പക്ഷെ നിബിൻ അത് ചെയ്തു. നിബിൻ പറഞ്ഞിരുന്നു ഇതിനു മുൻപും ഈ ജോലി ഉണ്ടായിരുന്ന സമയത്ത് മ്യൂസിക് ഒന്നിച്ച് കൊണ്ടുപോയിരുന്നതാണ്. ആ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ഇനി മതി, ഇനി മുഴുവനായിട്ട് നമുക്ക് മ്യൂസിക് മതി എന്ന് തീരുമാനിക്കുന്ന ആ ഒരു നിമിഷം അതെങ്ങനെയാ അതിലോട്ട് എത്താനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ധൈര്യമൊക്കെ വേണം. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഓക്കെ ഓബ്വിയസ്ലി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം സംഭവം ഞാൻ നേരത്തെ എൻ്റെ 2 ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിദിനും അരവിന്ദും. അപ്പം നമ്മൾ 3 പേരും കൂടാണ് ഈ ദൂരം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ദൂരം ചെയ്യുമ്പോഴും ഞാൻ വർക്കിംഗ് ആണ്. അവർ ഫുൾ ടൈം, ഒരാൾ DOPയും ഒരാൾ ആക്ടറാണ്. അപ്പം ഞാൻ ഇവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ്. എനിക്ക് ഇവരെ പോലെ ഫുൾ ടൈം ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ടായിട്ടാണ് എല്ലാം വർക്കൗട്ട് ആക്കി എടുക്കുന്നത്. ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ലീവ് ചോദിക്കുന്നതും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കരമായിട്ട് ഓൾസോ ഒരു ഫിനാൻഷ്യൽ സൈഡും കൂടെ ബിൽഡപ്പായി വരണമല്ലോ. അപ്പം എനിക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്തൊരു സൈഡ് മ്യൂസിക്കിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒരു സാച്ചുറേഷൻ എത്തി. ഞാൻ ഭയങ്കര ഇമ്പൾസീവായിട്ട് എടുത്താണ്, നീ മതി നിർത്തി നോക്കാം എന്നുള്ള രീതിയിൽ. ഓഫീസിൽ ചെറിയൊരു ഇഷ്യൂ വന്നപ്പോഴേക്കും എന്നാ വേണ്ട ഞാൻ പോവാന്നുള്ള രീതിയിൽ അങ്ങനെ ഇമ്പൾസീവായിട്ട് ഞാൻ അങ്ങനെയാണോ നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ വരുമ്പോൾ ഒത്തിരി ചിന്തിക്കേണ്ട ആവശ്യമില്ല? പൊതുവേ ഞാൻ ഇച്ചിരി ഇമ്പൾസീവ് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിന്തിച്ച് എടുക്കേണ്ട ഡിസിഷൻസും ഉണ്ട്. പക്ഷെ എന്തോ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങനെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പക്ഷെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഞാനൊരു ഏകദേശം ഒരിടയ്ക്ക് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നേ ഉണ്ടായിരുന്നില്ല, റിസൈൻ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനൊരു പോയിന്റ് എത്തിയപ്പോഴേക്കും ആ ഒരു ഇമ്പൾസീവ് ഡിസിഷനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഒരു പക്ഷേ ഇതൊന്നും നത്തിങ് വുഡ് ഹാവ് ഹാപ്പൻഡ്. പക്ഷേ ചലഞ്ചിങ് ആയിരിക്കും, ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പം പറയുമ്പോൾ ഇത്ര എളുപ്പമാണെങ്കിലും ആ ഒരു ഇമോഷണൽ പ്രോസസ്സും പിന്നെ ലൈക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയും എല്ലാം കിക്ക് ഇൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 പേര് കൊള്ളാം, സാധനം കൊള്ളാം, അടിപൊളിയായിട്ടെന്ന് പറയുമ്പോൾ ദാറ്റ് ഇമോഷൻ ഈസ് വേ മോർ ദാൻ എനിത്തിങ് എൽസ്. അപ്പം എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഹാപ്പിനെസ് ഗ്രാഫ് മുകളിൽ തന്നെ ആയിരുന്നു. പക്ഷെ ആങ്സൈറ്റീസും ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം, അത് പറയാൻ പറ്റില്ല. അതെല്ലാം ഇപ്പം കൂടെ കൂടാൻ എന്ന് പറഞ്ഞ പാട്ടുണ്ടായില്ല, ഒരു ഫാമിലി ട്രാക്കാണ്. അതെൻ്റെ 7th സോങ് ആണ്. ലൈക്ക് 6 പാട്ട് ചെയ്തിട്ടാണ് അതിലോട്ട് എത്തിയത്. അപ്പോൾ ഓരോ പാട്ട് ചെയ്യുമ്പോഴും റിജക്ഷൻ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് 6 എണ്ണം അവർക്ക് സജഷൻ കൊടുത്തു. ഒരു സോങ് മാത്രം ഓൾമോസ്റ്റ് ഒരു 6, അത് വേർഷൻസ് അല്ല, 6 ഡിഫറെന്റ് മെലഡീസ് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒരു 6ാമത്തത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിട്ടു. ഈ പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു മോഡിലൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീടും ഒരു നെക്സ്റ്റ് ഡേ യു അഗെയിൻ സ്റ്റാർട്ട് വർക്കിംഗ്. അങ്ങനെ ഓക്കെ, ഇത് അവർക്ക് വർക്കായി. ഈ 6 സോങ്ങിൽ അപ്പം ഏറ്റവും സിമ്പിൾ എന്ന് പറയാൻ അങ്ങനെയല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിട്ട് ചെയ്ത പാട്ട് ഏതായിരുന്നു? എളുപ്പമായിട്ടെന്നല്ല, ഈ പറയുന്ന പോലെ ഞാൻ ഫാമിലി ട്രാക്കാണ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങി, കൂടെ കൂടാനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വർക്ക് ഔട്ട് ആവുന്നില്ലായിരുന്നു. ഇനി 6 സോങ് എന്ന് വെച്ചാൽ കൂടെ കൂടാനും മാത്രം ഞാൻ 6 പാട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അപ്പൊ അരുൺചേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് ടൈറ്റിൽ ട്രാക്ക് ഒന്ന് ചെയ്യാൻ നോക്കും. അപ്പൊ എൻ്റെ ഈഗോ ഇങ്ങനെ ഹേർട്ടായിരിക്കുക. അതായത് ഞാൻ ചെയ്യുന്ന സാധനം എല്ലാം റിജക്റ്റ് ആവുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഈഗോ കിക്കിൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഇവന്മാരെ കൊണ്ട് ഓക്കെ അടിപ്പിക്കണം എന്നുള്ള ഒരു സാധനത്തിൽ ഞാൻ അങ്ങനെ വന്ന് നിന്നു. അങ്ങനെയാണ് ടൈറ്റിൽ ട്രാക്ക് ചെയ്യുന്നത്. അത് പക്ഷെ ഒരു 2-3 hours ഞാൻ പ്രൊഡക്ഷനും ലൈക്ക് മെലഡിയും എല്ലാം ഞാനൊരു സോണിനായി അതങ്ങ് വർക്കൗട്ടായി വന്നു. അത് കേട്ടപ്പോഴാണ് അവർക്കും ഓക്കെ ആയ, പ്രൊഡക്ഷനും ഓക്കെ ആയ. ഞാൻ ശരിക്കും പറഞ്ഞ ടൈറ്റിൽ ട്രാക്കിലാണ് ഞാൻ പടത്തിൽ ഇന്നാവുന്നത്. അതുവരെയും ഞാനൊരു ഇങ്ങനെ ഫ്ലോട്ടിങ് അവസ്ഥയിലായിരുന്നു. ഞാനാണോ അല്ലയോ എന്നുള്ളൊരു കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. പാട്ടിന്റെ പാടിയിരിക്കുന്ന ആ ഒരു സിംഗേഴ്സിനെ പറ്റി ഒന്ന് പറയാമോ? അതാണ് ഏറ്റവും വലിയ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ ആൽബത്തിൽ എൻ്റെ എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്ന ലൈക്ക് ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണോ? കോയിൻസിഡൻസ് ആയിട്ട് വെച്ചാൽ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക്. ബേസിക്കലി ദേ ആർ ഓൾ ലൈക്ക്
ജെനുവിൻ ആർട്ടിസ്റ്റ്, ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളിനെ കാട്ടിലും എനിക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇതിൽ പാട്ടെല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് വിഷ്ണുവാണ്. വിഷ്ണു ആക്ച്വലി ഞാനും വിഷ്ണു ഒരുമിച്ച് 10th കീബോർഡ് വായിച്ചിരുന്നു. അവൻ ദുബായിൽ പിന്നെ പഠിക്കാൻ പോയി. അവൻ മിക്സ് എഞ്ചിനീയർ, പാട്ടിൻ്റെ മിക്സ് മാസ്റ്റർ എഞ്ചിനീയറാണ്. അവൻ റഹ്മാൻ സാറിനോടെയും സാമി യൂസഫിനോടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കിഡ്ല മിക്സ് എഞ്ചിനീയറാണ്. അവൻ കറക്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ സിംഗേഴ്സ് ആണെങ്കിലും എല്ലാവരും, ഇവൻ ഗിറ്റാർസ് വായിച്ചേക്കുന്നതാണെങ്കിലും സനു എൻ്റെ എലേപ്പത്തിൽ ഉണ്ടായിരുന്നതാണ്. ശ്രാവൺ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, വയലിൻസ് ഒക്കെ വായിച്ചേക്കുന്നത്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ എല്ലാവരും, അദീഫ് ആണെങ്കിലും വിനീതാണ്, എബ്യൂജിനാണ് കൂടെ പാടിയിട്ടുള്ളത്. അവനാണ് കാണാക്കുയിലെ പാടിയിട്ടുള്ളത്. 43 മൈൽസ് എന്ന് പറഞ്ഞ ബാൻഡിന്റെ സിംഗറാണ് അവൻ. നമ്മൾ കൊച്ചിയിലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം എല്ലാം ഞാൻ പറഞ്ഞ ഒരു 2 പാട്ട് അൻവർക്ക് എഴുതിയേക്കുന്നത്, അൻവർ അലി ഒക്കെ എഴുതിയേക്കുന്നത്. 2 പാട്ട് മനുചേട്ടൻ എഴുതിയ, മനു മഞ്ജിത്ത്. പിന്നെ സ്കോറിൽ ആക്ച്വലി ആൽബത്തിൽ ആദ്യം 5 പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്കോറിൽ വന്ന 2 പാട്ടാണ് ആൽബത്തിലോട്ട് ലൈക്ക് കൺവേർട്ടായി വന്നത്. അത് സ്കോറിന് വേണ്ടി ചെയ്ത പാട്ടുകളാണ്. പിന്നെ അത് ഫുൾ ആൽബത്തിലോട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അത് 2 എഴുതിയിരിക്കുന്നത് ടിറ്റോ ആണ്. ടിറ്റോ ആയിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡബിൾ ഒക്കെ ടിറ്റോ എഴുതിയിരുന്നു. പിന്നെ അൻവർക്ക് ഓബിയസ്ലിക്ക് പുള്ളി ലെജൻഡാണ്. എനിക്ക് എന്താ പറയുക, ഞാൻ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരു ലിറിസിസ്റ്റാണ് അൻവർക്ക്. അപ്പം അൻവർക്കുമായിട്ട് തന്നെ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ലക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മനുചേട്ടൻ, ഈ പറഞ്ഞ പോലെ മനുചേട്ടനും അരുൺചേട്ടനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രില്യൻസ് അതാണ്. മനുചേട്ടൻ 2 വാക്കുകൊണ്ട് മെലഡീനെ ഫുൾ ലൈക്ക് സാഡിന്ന് ഹാപ്പിയിലോട്ട് മാറ്റി. അതാണ് പുള്ളിയുടെ ജീനിയസ്. അപ്പം ഈ 3 ലിറിസിസ്റ്റ് ആണ്, 3 പേര് അവരവരുടെ ജീനിയസുകളാണ്. അപ്പോൾ അവർ 3 പേരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയാണ്. ലിറിക്ക് വരുമ്പോഴാണല്ലോ സോങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഒരു ഫുൾ സോങ് ആയിട്ട് ഡെവലപ്പായി പാട്ട് ഓക്കെ ഇപ്പോഴാണ് ഇത് പടത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടായെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഭയങ്കര കിട്ടും. അത് പറയുമ്പം നിബിന്റെ ഒരു എന്താ പറയാ, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പോലത്തെ ഒരു ഫീൽ അല്ലേ? അത് കംപ്ലീറ്റ് ആവുന്നത് ആ ലിറിക്കും കൂടെ വന്ന് ഫൈനൽ മിക്സ് മാസ്റ്റർ ആവുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ഇമോഷൻ കിട്ടുന്നത്. അപ്പൊ അത് ഭയങ്കര 3 പേരും അവരവരുടെ ഫീൽഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനി എങ്ങനെയാണ് പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ? കുറെ ഡിസ്കഷൻസിലുണ്ട്, കുറെ പ്രോജക്ട്സ് ഉണ്ട്. ഒന്നും ലൈക്ക് അനൗൺസ് ചെയ്യാൻ ഉള്ള രീതിയിലായിട്ടില്ല. കുറെ പൈപ്പ് ലൈനിൽ കുറെ ഞാൻ ചെയ്ത പഴയ വർക്ക്സ് കുറെ ഇറങ്ങാനുണ്ട്. 1-2 പുതിയ പ്രോജക്ട്സിന്റെ ഡിസ്കഷൻസ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാം സോർട്ട് ഔട്ടായി വരുമെന്ന് തോന്നുന്നു. ഇനി വരാൻ പോകുന്ന വർക്കും എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നിബിന് സാധിക്കട്ടെ. ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫിലെ എല്ലാവിധ ആശംസകളും, പ്രൊഫഷണൽ ലൈഫിലെ എല്ലാ സ്വപ്നങ്ങളും സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.